സംസ്ഥാന വൈദ്യുതി ബോർഡിൻ്റെ കീഴിലുള്ള പന്നിയാർ പ്രോജക്റ്റിൻ്റെ കീഴിലുള്ള പെരിസ്റ്റോക്കുകൾ പൊട്ടി വൈദ്യുതി ബോർഡിലെ 8 ജീവനക്കാർ ദാരുണമായി മരിച്ചിട്ട് 17 വർഷം തികയാണ്. 2007 സെപ്റ്റംബർ മാസമാണ് ഈ ജീവനക്കാർ കൊല്ലപ്പെട്ടത്. അതായത് ഈ പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടി അതിൻ്റെ വെള്ളപ്പാച്ചിലിൽ 8 ജീവനക്കാരെ ഡാമിലേക്ക് ഒഴുക്കിക്കൊണ്ടുപോവുകയായിരുന്നു. അതിൽ 7 ജീവനക്കാരുടെ ഡെഡ് ബോഡിയാണ് മുങ്ങൽ വിദഗ്ധർ തപ്പിയെടുത്തത്. എന്നാൽ ഒരാളുടെ ഡെഡ് ബോഡി കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും 10 ലക്ഷം രൂപ സർക്കാർ ഇനാമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും കോമ്പൻസേഷനായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും 7 ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾക്കാണ് ആ തുക കിട്ടിയത്. 8ാമത്തെ ആളുടെ ഡെഡ് ബോഡി കിട്ടിയില്ല എന്നുള്ള കാരണത്താൽ അത് അയാളുടെ കുടുംബത്തിന് കൊടുക്കേണ്ട 10 ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കാതിരുന്നു. അത് നിയമപരമായി ശരിയാണ്. കാരണം ഒരാൾ ദാരുണമായി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിൽ 7.5 വർഷക്കാലം കാത്തിരിക്കണമെന്നുള്ള ഒരു നിയമ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ജെയ്സൺ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ജീവനക്കാരൻ ലൈൻമാനായിരുന്നു. അയാളുടെ ഡെഡ് ബോഡി ഇട്ടായിരുന്നത്. മരിച്ചവരിൽ 2 അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാർ, ഒരു ഓവർസിയർ, ഒരു ഷിഫ്റ്റ് അസിസ്റ്റൻ്റ്, 4 ലൈൻമാൻമാർ, ഇത്രയും പേരാണ് മരിച്ചത്. അവരുടെ പേരുകൾ ഞാൻ വായിക്കാം. ജോബി ആൻ്റണി, ജോസ് KL, ഷിബു എബ്രഹാം, ജെയ്സൺ സെബാസ്റ്റ്യൻ, സണ്ണി ജോസഫ്, ജോസി ആൻ്റണി, ജോമെറ്റി ജോൺ. അപ്പോൾ ഡെഡ് ബോഡി കിട്ടാതിരുന്ന ആളെന്ന് പറയുന്നത് ജെയ്സൺ സെബാസ്റ്റ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് പരാതിപ്പെട്ടു, എൻ്റെ മകൻ മരിച്ചതാണ്, ഈ വെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയതാണ്, പക്ഷേ പണം കിട്ടണമെന്ന് പറഞ്ഞ് കത്തെഴുതിയപ്പോൾ മന്ത്രിയിൽ നിന്നും, അന്ന് AK ബാലൻ മന്ത്രിയായിരുന്നു, അക്കാലം നിയമസ്ഥനാണ് കേട്ടോ, AK ബാലൻ മന്ത്രിയും ബോർഡിലെ ചെയർമാനും മറുപടി കൊടുത്തത് ഇത് ഡെഡ് ബോഡി കിട്ടണം, കിട്ടിയില്ലെങ്കിൽ 7.5 വർഷക്കാലം കാത്തിരിക്കണമെന്നാണ് നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞ മറുപടിയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ട് വരില്ല. ഈ മരിച്ച ആൾ അന്ന് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ INTC യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ ആ CIT-യിൽപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ ഒരു ജീവനക്കാരൻ ഡെഡ് ബോഡിയാണ് കിട്ടാത്തത്, നിയമപരമായ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് അവർ ചെയ്തില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ ഇടുക്കിയിൽ ചെന്ന് ജെയ്സൺ സെബാസ്റ്റ്യൻ്റെ അമ്മ കൊടുത്ത പരാതിയും അതുപോലെ തന്നെ മന്ത്രിയിൽ നിന്നും ചെയർമാനിൽ നിന്നും കിട്ടിയ ആ മറുപടിയും വെച്ചുകൊണ്ട് ഞാനൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്തു എൻ്റെ പേരിൽ. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ പേരിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും 2ാം ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു, നിർബന്ധമായി തൊട്ടടുത്ത ദിവസം തന്നെ ഈ പണം സർക്കാർ ജെയ്സൻ്റെ മാതാവിന് കൊടുക്കണമെന്നും പൈസ കൊടുത്തുകൊണ്ട് അതിൻ്റെ റെസീറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് സുപ്രധാനമായൊരു വിധി കിട്ടി. അങ്ങനെയാണ് പാവപ്പെട്ട ജെയ്സൺ സെബാസ്റ്റ്യൻ്റെ വൃദ്ധയായ മാതാവിന് തുക കിട്ടിയത്. ഞാൻ കുറ്റം പറഞ്ഞതല്ല, ചെയ്യേണ്ടവർ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ പ്രവർത്തിച്ചിരുന്നത് മറ്റൊരു സംഘടനയിലാണ്, ഞാൻ കുറ്റമല്ല പറയുന്നത്. ആ സംഘടനക്കാർ ചെയ്യേണ്ടിയിരുന്ന കർമ്മം ഞാൻ വിനയത്തോടെ പറയട്ടെ, ഞങ്ങൾ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ദുരന്തം ഇങ്ങനെ ധാരാളം നടക്കുകയാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ ഒറ്റപ്പെട്ടവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും അധികം ആൾക്കാർ മരിക്കുന്നത് ലൈനുകളിലാണ്. നമുക്കറിയാം, എല്ലാ ദിവസവും പത്രം നോക്കിക്കോ, ഒരു ലൈൻമാനെങ്കിലും മരിക്കുന്നുണ്ട്. 100 കണക്കിന് ലൈൻമാൻമാർ ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സ്ഥാപനമാണ് സംസ്ഥാന വൈദ്യുതി ബോർഡ്. ഇതിനെതിരെ എന്തെങ്കിലും കർശന നടപടി എടുക്കുന്നുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വിധവയ്ക്ക് ഒരു ജോലി കൊടുക്കും. നിങ്ങൾക്കറിയാമോ, ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ഏറ്റവും അധികം വിധവകൾ ജോലി ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായി? ഭർത്താവ് മരിക്കുന്നു, ഇവർക്ക് ജോലി കിട്ടുന്നു, പക്ഷേ ജീവന് തുല്യമാകുമോ ഒരു ജോലി? അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടതെന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇനി ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു ഹൈക്കോടതി വീണ്ടും റിട്ട് പെറ്റീഷൻ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് പറയുന്നത്,
ഇത് എടുത്തു പറയാനുള്ളൊരു കാര്യം, എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർക്ക് വലിയ ശമ്പളമാണ്, അവർക്ക് വലിയ പെൻഷനാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, വളരെ അപകടകരമായ ഗുരുതരമായ അപകടകരമായ അവസ്ഥയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന ശമ്പളം കൂടുതലെന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ഇത് ദുരന്ത മേഖലയിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ഖനി അപകടങ്ങൾ ഉണ്ടാകുന്നു, വല്ലപ്പോഴുമാണ് ഖനിയിൽ അപകടം ഉണ്ടാകുന്നത്, ജീവനക്കാർ മരിക്കും. പക്ഷേ ഇത് നിരന്തരമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും അവിടുത്തെ ലോക്കൽ പത്രങ്ങളിലെ മരണം പോലും വരുവുള്ളൂ, പൊതുവായിട്ടൊരു വാർത്ത വരത്തില്ല. ഞാൻ വിവരാശപ്രകാരം ഒരു കത്ത് കൊടുത്തപ്പോൾ പറഞ്ഞ് 2000-ഓളം ജീവനക്കാരെ കഴിഞ്ഞ 5 വർഷമായിട്ട് മരിച്ചിട്ടുണ്ടെന്നാണ്. ഇത് നിസ്സാര കാര്യമല്ല, ഗുരുതരമായ കാര്യമാണ്. ഇത് ഞാൻ പറയാനുള്ള കാര്യം, പന്നിയാർ ദുരന്തത്തിൽ മരിച്ച എൻ്റെ പാവപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ബഹുമാനമുണ്ട്. കാരണം അവർ ജോലി ചെയ്യായിരുന്നു, അവർ നിരപരാധിയായ അവർ പെൻസ്റ്റോക്ക് പൈപ്പുകൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് പൊട്ടിത്തെറിച്ച് ജീവനക്കാർ ഒഴുകിപ്പോയത്. ഇപ്പോഴും ജെയ്സൺ സെബാസ്റ്റ്യൻ്റെ മൃതദേഹം കിട്ടിയിട്ടില്ല. പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മൃതദേഹമെങ്കിലും ആ വൃദ്ധയായ മാതാവിന് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം കൊടുത്തില്ല, അല്ലെങ്കിൽ ലഭിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. എന്തായാലും ആ 8 ജീവനക്കാരുടെ കുടുംബാംഗങ്ങളോട് എൻ്റെ എല്ലാവിധ പിന്തുണ അറിയിക്കുന്നതോടൊപ്പം അവരുടെ ഈ മരിച്ച 8 ജീവനക്കാരുടെ ആത്മാക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.